നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ദേശീയ തലത്തിലെ വാർത്തകൾ, സംഭവങ്ങൾ, വിശകലനങ്ങൾ ഒക്കെയായി നേഷൻ ഫസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ എസ് ശ്രീകാന്ത്. ഒട്ടനേകം വാർത്തകൾ ഇന്നത്തെ ദിവസവും ദേശീയ തലത്തിൽ സംഭവിച്ചത് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തയുടെയും വിശദാംശങ്ങൾ പ്രിയ പ്രേക്ഷകരിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തിക്കുകയാണ്. നേഷൻ ഫസ്റ്റിന്റെ ആദ്യ വാർത്തയിലേക്ക് പോകുന്നു. അത് FCRAയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. മിഷണറി മറവിൽ 95 കോടിയുടെ മാവോയിസ്റ്റ് ഫണ്ടിങ് എന്ന് നമ്മൾ നേരത്തെ കേട്ടു. അത് കർണാടകയിലാണ് ഈ രീതിയിൽ ഒരു ഫണ്ടിങ് നടന്നത്. ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ച അമേരിക്കൻ മിഷണറി സംഘത്തിന്റെ വേരറുക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. നക്സൽ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദേശ ഫണ്ട് നിയമവിരുദ്ധമായി ഒഴുക്കിയ അമേരിക്കൻ ക്രിസ്ത്യൻ മിഷണറി സംഘടനയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് വാർത്ത. ദി തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയ്ക്കെതിരെ വിദേശ സംഭാവന നിയന്ത്രണ നിയമലംഘനത്തിന് കേസെടുക്കാൻ ED CBIയോട് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിമിതികൾ ഉണ്ട്. അപ്പോൾ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട കേസ് കൂടിയായതിനാൽ അതിൽ CBI അന്വേഷണത്തിന് കളമൊരുങ്ങുന്നു എന്നതാണ് വാർത്ത. വിദേശത്ത് നിന്നും നിയമപരമായി ധനസഹായം സ്വീകരിക്കുന്നതിനായി ഭാരതത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത സംഘടനയാണ് ദ തിമോത്തി ഇനിഷ്യേറ്റീവ്. റിസർവ് ബാങ്കിന്റെയും മറ്റും സാമ്പത്തിക നിയന്ത്രണ ഏജൻസികളുടെയും കണ്ണുവെട്ടിച്ച് വിദേശ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച ഡെബിറ്റ് കാർഡുകൾ വഴിയാണ് ഇവർ കോടിക്കണക്കിന് രൂപ ഭാരതത്തിലേക്ക് കടത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയ പ്രേക്ഷകരെ. വിദേശത്ത് നിന്നും കോടിക്കണക്കിന് രൂപ നക്സൽ മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ പ്രവർത്തനത്തിന് എന്ന പേരിൽ ഇവർ കൊണ്ടുവരികയാണ്. ഇതിൽ എത്ര കോടി രൂപ ഈ മാവോയിസ്റ്റുകൾക്കും നക്സലുകൾക്കും ഭാരതത്തിന് എതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ഇവർ നൽകി എന്നതാണ് സംശയം. ഈ മിഷണറി സംഘത്തെ എതിർക്കുന്നതാണോ പ്രിയപ്പെട്ട ക്രൈസ്തവ മതപുരോഹിതരെ നിങ്ങളുടെ പ്രശ്നം? ഈ FCRA നിയമം കർശനമാക്കുന്നത് ഇത്തരത്തിൽ പണം അനധികൃതമായി ഈ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ നക്സലൈറ്റുകളെയും മാവോയിസ്റ്റുകളെയും സഹായിക്കുന്ന നിങ്ങളുടെ പ്രവൃത്തി തടയാനും നിങ്ങളുടെ അടിവേറിറക്കാനുമാണ് ഈ FCRA ചട്ടഭേദഗതി കൊണ്ടുവരുന്നത്. അതിനെയാണോ നിങ്ങൾ എതിർക്കാൻ ശ്രമിക്കുന്നത്? ഈ രാജ്യത്ത് കുറേയധികം ചോരയൊഴുക്കിയില്ലേ ഈ മാവോയിസ്റ്റുകൾ? ഈ സർക്കാർ വന്ന ശേഷമല്ലേ ഇതിനൊരു അറുതിയായത്? ഇനിയും ചോരയൊഴുകണം എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് പണം കിട്ടാൻ, നിങ്ങൾക്ക് സുഖലോലുപതയിൽ ജീവിക്കാൻ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ചോരയൊഴുകണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രിയപ്പെട്ട ക്രൈസ്തവ മത പുരോഹിതരെ. കാരണം നിങ്ങൾക്ക് മാത്രമാണ് പ്രശ്നം ഈ FCRA നടപ്പാക്കുന്നതിൽ. നിങ്ങൾക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. നിങ്ങൾക്ക് വരുന്ന പണത്തിന്റെ ഉറവിടം നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ അത് പറയിപ്പിക്കുക തന്നെ ചെയ്യും ഇവിടുത്തെ ഭരണകൂടം എന്നുള്ളതാണ്. ഇനിയും നിങ്ങളുടെ ഈ കള്ളക്കളി, വർഷങ്ങളായി തുടരുന്ന ഈ കള്ളക്കളി തുടരാൻ അനുവദിക്കില്ല എന്നാണ് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ തീരുമാനം. അത് അനുസരിച്ചേ തീരൂ നിങ്ങൾ. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള തിമോത്തി ഇനിഷ്യേറ്റീവുകൾ ഈ രാജ്യത്തെ മുറിച്ച് പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ ചോരപ്പുഴ ഇനിയും ഒഴുക്കും. പ്രിയ പ്രേക്ഷകരെ, ഈ FCRAയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പറയുമ്പോൾ കുറച്ച് ഏറെ പറയേണ്ടി വരുന്നു, ക്ഷമിക്കണം. അയോധ്യയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. ഒരു വാർത്തയും ജനം TVയിൽ വാർത്തയല്ലാതെ പോകില്ല എന്നതാണ് ഇതിലൂടെ നമ്മൾക്ക് പറയാനുള്ളത്. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ വീണ്ടും ഓഡിറ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു എന്നതാണ് വാർത്ത. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് പുറമെ സ്വർണം, വെള്ളി, ആഭരണങ്ങൾ, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയുടെ കണക്കുകളും ഈ പുനഃപരിശോധനയുടെ പരിധിയിൽ വരുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. ട്രസ്റ്റിന്റെ 5 വർഷത്തെ സാമ്പത്തിക രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കാനാണ് SITയുടെ തീരുമാനം. അപ്പോൾ അയോധ്യയിൽ എന്തെങ്കിലും തരത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തട്ടിപ്പോ പ്രശ്നങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇഴകീറി പരിശോധിക്കാനാണ് നിലവിൽ SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തീരുമാനം. അവർ ആ പണിയിലേക്ക് കടന്നും കഴിഞ്ഞു എന്നതാണ് വാർത്ത. എടുത്തു പറയേണ്ടത്, ശബരിമലയിൽ ഇതുപോലെ ഒരു കൊള്ള നടന്നു.
സ്വർണ്ണക്കൊള്ള, അതിൽ എന്ത് നടപടിയാണ് ഈ അന്ന് പിണറായി വിജയൻ സർക്കാരും ഇപ്പോൾ അതിനുശേഷം വന്ന VD സതീശൻ സർക്കാരും സ്വീകരിച്ചത് എന്നറിഞ്ഞാൽ കൊള്ളാം. ഇവിടെ ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ കൂട്ട അറസ്റ്റും ഇതാ കഴിഞ്ഞ 5 വർഷത്തെ ഓഡിറ്റിങ്ങും നടക്കാൻ പോകുന്നു എന്നതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നുകൂടിയാണ് അത്. കഴിഞ്ഞ ദിവസം RSSും നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആര് തെറ്റ് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടും എന്നാണ് RSS നിലപാട് വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, രാമഭക്തരുടെ ഹൃദയത്തിനേറ്റ മുറിവാണ് ഇത് എന്ന് സർക്കാരിവാഹ ദത്താത്രേയ ഹോസ്പിറ്റലെ പറയുകയും ചെയ്തു. പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഇന്ന് ഇതിനൊപ്പം ചേർത്തൊരു വാർത്ത കൂടി കണ്ടു. കേരളത്തിലെ മുത്തശ്ശി പത്രത്തിന്റെ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും തമ്മിലുള്ള പ്രശ്നം, നരേന്ദ്രമോദിയും തമ്മിലുള്ള ശീതയുദ്ധമാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഈ മുത്തശ്ശി പത്രത്തിനൊന്നും മറുപടി കൊടുക്കാൻ നമ്മൾ വളർന്നിട്ടില്ല. എന്നാലും പറയുകയാണ്, നരേന്ദ്രമോദി, ഇവർ പറഞ്ഞ ലോജിക്ക് വെച്ചാണെങ്കിൽ നരേന്ദ്രമോദിക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനം ഉടൻ കിട്ടണം. അതായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം. യോഗി ആദിത്യനാഥിന് പ്രധാനമന്ത്രി സ്ഥാനവും. അവരുടെ ലോജിക്ക് വെച്ചാണെങ്കിൽ ശീതയുദ്ധം നടക്കുന്നത് 2027 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണ്. യോഗി ആദിത്യനാഥ് തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനം കൈക്കലാക്കാനും ശ്രമിക്കുന്നു. വല്ലാത്ത കണ്ടുപിടുത്തവും വല്ലാത്ത ലോജിക്കും തന്നെ. നിങ്ങളെയൊക്കെ നാട്ടിലെ ജനങ്ങൾ വെറുക്കുന്നതും മാപ്രകളെന്ന് വിളിക്കുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. പ്രിയ പ്രേക്ഷകരെ, മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. രാജസ്ഥാനിൽ, ഗുജറാത്തിൽ ഉൾപ്പെടെ വലിയ വികസന വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത്, രാജസ്ഥാനിലും ഗുജറാത്തിലുമായി 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും എന്നതാണ് ആ വാർത്ത. ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന് തറക്കല്ലിടും. ഗുജറാത്തിലെ സാനന്ദിൽ ഉൽപാദനത്തിനൊരുങ്ങുന്ന 7500 കോടിയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ പ്രതിരോധ ഊർജ്ജ മേഖലയിൽ വൻ വിപ്ലവം കുറിച്ചുകൊണ്ട് HPCL രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും എന്നതുമാണ് ഇന്നത്തെ വാർത്ത. 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 2 സംസ്ഥാനങ്ങളിലുമായി നടക്കാൻ പോവുകയാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു വികസന കുതിപ്പ് ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. ഇത് ഇന്നത്തേക്ക്, ഈ തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വലിയ തോതിൽ ഗുണം ചെയ്യാൻ പോകുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നിർമ്മാണ മികവിലും സാങ്കേതിക വിദ്യയിലും ആഗോളതലത്തിൽ തന്നെ അത്ഭുതമായി മാറിയിരിക്കുകയാണ് ഈ HPCLന്റെ രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. പ്രതിവർഷം 9 മില്യൺ, ഇന്ത്യയിലെ ആദ്യത്തെ 9 മില്യൺ മെട്രിക് ടൺ ഉൽപാദനശേഷി ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് റിഫൈനറി കം പെട്രോകെമിക്കൽ കോംപ്ലക്സ് ആണ് ഇത് എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണത്തിനായി ഏകദേശം 3 ലക്ഷം മെട്രിക് ടൺ സ്റ്റീൽ ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ അതായത് ഫ്രാൻസിലെ ഈഫൽ ടവറിനേക്കാൾ 40 ഇരട്ടി കൂടുതൽ ഇരുമ്പ് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയേക്കാൾ 5 ഇരട്ടിയിലധികം കോൺക്രീറ്റ് ഇതിനായി വേണ്ടി വന്നു എന്ന വാർത്തയും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ 1 ലക്ഷം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, വികസന പദ്ധതി, അതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഭാവി ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്ന ഈ യത്നത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രിയ പ്രേക്ഷകരെ, മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകുന്നു. തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജിയുമായുള്ള പോര് രൂക്ഷമാകുന്നതിനിടെ ഋതബ്രത ബാനർജി വിഭാഗം കൊൽക്കത്തയിലെ തൃണമൂൽ ആസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നതാണ് വാർത്ത. ഒരു ദിവസം മുൻപ് പാർട്ടിയുടെ പേരിനും തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിനും മേലുള്ള അവകാശവാദം അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്തു എന്ന് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഋതബ്രത ബാനർജിയുടെയും ഫിർഹാദ് ഹക്കീമിന്റെയും നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം EM ബൈപ്പാസിലുള്ള തൃണമൂൽ ഭവനിലെത്തി നിയന്ത്രണങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നും വാർത്തകൾ വന്നിട്ടുണ്ട്. അവിടെ യോഗം ചേർന്ന് പാർട്ടി ഓഫീസിന്റെ ഗേറ്റുകൾ പൂട്ടി താക്കോലുമായി പോയി എന്നതുമാണ് വാർത്ത. അപ്പോൾ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കൽ ബംഗാളിൽ ആരംഭിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ 1 ലക്ഷത്തിലധികം പാർട്ടി ഓഫീസുകൾ
ഈ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞ 15 വർഷമായി ഈ ബംഗാളിലുണ്ട് എന്നാണ് കണക്ക്. അവ ഓരോന്നായി പിടിച്ചെടുക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, ഒരു സ്ത്രീ പോരാട്ടത്തിലൂടെ, നിരന്തരമായ ജനകീയ പോരാട്ടത്തിലൂടെ അവിടെ മുഖ്യമന്ത്രിയാകുന്നു. മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയതിനു ശേഷം അവർ ഇരുത്തം വന്ന ഏകാധിപതിയാകുന്നു. ഇതാ അവർ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റു. അവരുടെ MLA-മാർ മറുകണ്ഠം ചാടി, MP-മാർ അവരെ വിട്ടുപോയി, മുഴുവൻ നേതാക്കളും അവരെ ഒറ്റയ്ക്കാക്കിപ്പോയി. കേസുകൾക്ക് പുറകെ കേസുകളാണ് അമ്മായിയെയും അനന്തരവനെയും കാത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഇതാ അവരുടെ കിടക്കാടം കൂടി പോകുന്നു, പാർട്ടി ഓഫീസ് കൂടി പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന വിവരം കറക്റ്റ് ആണെങ്കിൽ, വരുന്ന റിപ്പോർട്ടുകൾ സത്യമെങ്കിൽ, തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിക്ക് നഷ്ടപ്പെടും. പാർട്ടി ഓഫീസ്, ചിഹ്നം, അംഗീകാരമെല്ലാം ഈ വിമതപക്ഷത്തിന് പോകും എന്നതാണ് കിട്ടുന്ന വിവരം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതിലും വലിയൊരു പതനം എന്താണുള്ളത്? നേരത്തെ ശരത് പവാർ വിഭാഗത്തിനും അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും കിട്ടിയ നിറന്തലയ്ക്കുള്ള അടി സമാനമായിരുന്നു. ആ വീഴ്ചയിൽ നിന്നും അവരിനിയും ഉയർന്നു വന്നിട്ടുമില്ല. അപ്പോഴാണ് ആ കൂട്ടത്തിലേക്ക് മമതാ ബാനർജി കൂടി വരുന്നത്. ഈ തലമറന്നെണ്ണ തേക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. അധികാരം കിട്ടുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങളെ മറക്കരുത്, ഒപ്പം ഏകാധിപത്യത്തിലേക്ക് വഴുതി വീഴരുത്. അങ്ങനെയുള്ള നേതാക്കൾക്കെല്ലാം ഒരു മുന്നറിയിപ്പാണ് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയും. പ്രിയ പ്രേക്ഷകരെ, മറ്റ് വാർത്തകളിലേക്ക് കൂടി വേഗം പോകുന്നു. നമ്മുടെ സൈന്യവുമായി ബന്ധപ്പെട്ട, ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് 52,000 കോടി രൂപയുടെ പ്രതിരോധ പർച്ചേസിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. കാമിക്കാസെ ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ സായുധ സേനയുടെ പ്രവർത്തന സജ്ജതയും യുദ്ധശേഷിയും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ 52,000 കോടിയുടെ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ തുക അനുവദിച്ചിട്ടുള്ളത്. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയ്ക്കായി അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ, ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യകൾ, ആളില്ലാ യുദ്ധവിമാനങ്ങൾ, നാവികശേഷി വർദ്ധിപ്പിക്കുന്ന ഉപകരണങ്ങൾ എന്നിവ ഇതിലൂടെ വാങ്ങും എന്നും പറയുന്നു. ചൈന നമ്മളെ ബംഗ്ലാദേശ് വഴി വളഞ്ഞു പിടിക്കുന്നു, പാകിസ്ഥാൻ വഴി അടിച്ചു കയറാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രിയ പ്രേക്ഷകർ നമ്മുടെ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണാറുണ്ടായിരിക്കും, മലയാളം മാധ്യമങ്ങളിലൂടെ. ഇങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് തീ കോരിയിട്ട് ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ചൈന ഇതാ ഞങ്ങളെ കയറി, പാകിസ്ഥാൻ ഇതാ ഭാരതത്തെ കയറി ആക്രമിച്ച് കീഴ്പ്പെടുത്തി നശിപ്പിച്ച് ഇവിടുത്തെ അടിവേരിറക്കം അസ്ഥിവാരം തൊണ്ടും എന്ന് വരുത്തി തീർത്ത് ഇതിനെയെല്ലാം തടയാൻ ഇനി ഒരൊറ്റയാൾക്കേ കഴിയൂ. അതായത് രാഹുൽജിയാണത്. രാഹുൽജിയെ വിളിക്കൂ, ഭാരതത്തെ രക്ഷിക്കൂ. ഈ മുദ്രാവാക്യത്തിലേക്ക് എത്തിക്കുകയായിരിക്കാം ഒരു പക്ഷേ ഈ മാധ്യമങ്ങളുടെ എല്ലാം അജണ്ട. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഈ രാജ്യത്തിൻ്റെ കരുത്ത്, ഇച്ഛാശക്തിയുള്ള ഭരണകൂടത്തിൻ്റെ കരുത്ത് ഇതിനോടകം തന്നെ നരേന്ദ്രമോദി കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മുടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ വേണ്ട തുക നൽകുന്നുണ്ട്, ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. നാവികസേനയ്ക്ക് ആയുധങ്ങളുണ്ട്, വ്യോമസേനയ്ക്കും കരസേനയ്ക്കും ഒക്കെ തന്നെ കൃത്യമായ പ്രതിരോധ ആവശ്യങ്ങൾ അത് വാങ്ങി നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള വീഴ്ചയും അതിലില്ല. എന്ത് തരത്തിലുള്ള വെല്ലുവിളിയും നേരിടാൻ, അതിർത്തിയിൽ നിന്നും നേരിടാൻ ഈ രാജ്യം സുസജ്ജമാണ് എന്നതാണ് അറിയിക്കാനുള്ളത്. ശാന്തമായി ഈ രാജ്യത്ത് ജീവിക്കാം. ഈ മാധ്യമങ്ങളിൽ വരുന്ന, ഈ മറ്റ് മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഈ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കി നിർത്താം. പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വാട്സപ്പിൽ ഇങ്ങനെ നോക്കുന്നത്, നമ്മുടെ PCR നിന്നും സാധാരണ ബ്രേക്കിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഒരു മെസ്സേജ് വരും, ഒരു ബ്രേക്ക് എടുക്കണേ എന്നൊക്കെ. അത് വല്ലതും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വാർത്തയിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ 6 മുതൽ 11 വരെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർശനത്തിലൂടെ 3 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. സന്ദർശനത്തിന്റെ ആദ്യഘട്ടം ഇന്തോനേഷ്യയിലായിരിക്കും. തുടർന്ന് അദ്ദേഹം ഓസ്ട്രേലിയ സന്ദർശിക്കും എന്നതാണ് വിവരം. അവിടെയുള്ള പ്രധാന പരിപാടികൾ എല്ലാം പങ്കെടുത്തതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ പര്യടനം ന്യൂസിലാൻഡിൽ അവസാനിക്കുക. ന്യൂസിലാൻഡ് സന്ദർശനത്തെ വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക പ്രാധാന്യമുള്ളതായാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് റിപ്പോർട്ടുകളുണ്ട്.
കാരണം ഏകദേശം 40 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ന്യൂസിലൻഡ് സന്ദർശനം കൂടിയാണിത്. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് പുതിയ ഊർജം പകരും എന്നാണ് പ്രതീക്ഷ. പ്രിയ പ്രേക്ഷകരെ, പ്രധാനമന്ത്രി വിദേശ രാജ്യത്തേക്ക് പോകുന്നതും രാഹുൽ ഗാന്ധി തായ്ലൻഡിലേക്കും മറ്റും നടത്തുന്ന സന്ദർശനവും ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ചില കോണുകളിൽ നിന്നെങ്കിലും നടക്കാറുണ്ട്. അത് പരമാവധി ചെയ്യുന്നത് നമ്മുടെ മലയാളത്തിലെ കുറേയധികം മാധ്യമങ്ങളാണ്. പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് പോയതിൻ്റെ മെച്ചം, ജപ്പാനിലേക്ക് പോയതിൻ്റെ ഗുണം ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത്. എന്താണെന്നാൽ ഈ പാകിസ്ഥാന്റെ കൊടും ഭീകരവാദ പ്രവൃത്തിയെ ജാപ്പനീസ് പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസം ഒരുമിച്ച് അപലപിക്കുകയും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം എന്ന രീതിയിൽ അവർ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു, പരസ്യമായി പ്രസ്താവന നടത്തുകയും ചെയ്തു. അപ്പോൾ നമ്മളെ പിന്തുണയ്ക്കാൻ, ഈ രാജ്യത്തിന് പിന്തുണ തരാൻ ആളുകൾ വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഈ നടത്തുന്ന സന്ദർശനം, വിദേശ സന്ദർശനങ്ങൾ കൂടി കണക്കിലെടുത്താണ്. അദ്ദേഹം വളർത്തിയെടുക്കുന്ന ഈ ബന്ധങ്ങൾ കൂടി കണക്കിലെടുത്തുകൂടിയാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധി ലോകരാജ്യങ്ങൾ കാണാനും ആസ്വദിക്കാനും പോകുന്നത് പോലെയല്ല ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി എന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു കാലത്ത്, അപ്പോൾ അദ്ദേഹം വിദേശ സന്ദർശനം നടത്തിയാലും അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തുന്ന വിദേശ സന്ദർശനം എന്ന നിലയിൽ അതിന് അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. ഗുജറാത്തിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. ജെയ്ഷെ മുഹമ്മദ് ബന്ധമുള്ള 8 പേരെ പിടികൂടിയ കേസിൽ അന്വേഷണം തുടർന്ന ഗുജറാത്ത് ATS എന്നതാണ് വാർത്ത. ഗുജറാത്തിലും മധ്യപ്രദേശിലും നടത്തിയ റെയ്ഡിലാണ് 8 പേർ പിടിയിലായത്. ഇവർ ഭീകരവാദ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു എന്നും വാർത്തകൾ വരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായ ഹാൻഡ്ലർമാരുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട്. ജെയ്ഷെ ബന്ധമുള്ള കൂടുതൽ പേർ ഉണ്ട് എന്നതാണ് സംശയം. പിടികൂടിയവരിൽ നിന്നും ഡിജിറ്റൽ തെളിവുകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവരെ കൊണ്ട് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ്. ഇവരെ എന്താണ് ഈ രാജ്യത്തെ ഉപ്പും ചോറും തിന്ന് ജീവിച്ചിട്ട് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ സ്ഫോടനത്തിലൂടെ കൊന്നു തള്ളാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ആശയം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ വാർത്ത കാണുന്ന പല ആളുകൾക്കും അത് മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് പരസ്യമായി ഒരു മാധ്യമത്തിലൂടെ അത് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പറയാത്തത്. എനിക്കും കാര്യങ്ങൾ കുറേയൊക്കെ അറിയാം. ഈ ഇത്തരം വൃത്തികെട്ട ആശയങ്ങൾ ഈ ഒരു രാജ്യത്തിനെതിരെ, മറ്റൊരു മതത്തിനെതിരെ സ്ഫോടനം നടത്താൻ, അവരെ കൊലപ്പെടുത്താൻ, രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ, അവരുടെ അടിവസ്ത്രം ഊരി മതം ഉറപ്പിച്ച് അവരെ വെടിവെച്ചു കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ആ പ്രത്യയശാസ്ത്രം, ആ മതഗ്രന്ഥം ഏതായാലും അത് ഈ ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ കുറെ കാലമായി സഹിക്കുന്നുണ്ട്. ഈ രാജ്യത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ ഈ രീതിയിലുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്നത്. ഇതിനൊരു അറുതിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും BJP ഭരിക്കുന്ന ഗുജറാത്തിലായതുകൊണ്ട് ഈ പണിയൊന്നും നടന്നില്ല. പണിക്കിറങ്ങും മുമ്പേ പണിക്കാരെ പിടികൂടി. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ സമയം ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്. അതായത് BJPയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പുതുതായി നിയമിതനായ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് വാർത്ത. അവർ നടത്തിയ കൂടിക്കാഴ്ചയോടെ പാർട്ടി പുനഃസംഘടന അവസാന ഘട്ടത്തിൽ എത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പുതിയ ദേശീയ ടീം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്ര മന്ത്രിസഭയിൽ വിപുലീകരണവും പുനഃസംഘടനയും ഉണ്ടായേക്കും എന്നും അഭ്യൂഹം ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ നിതിൻ നബീൻ അമിത്ഷായുമായി 3 മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ച നടത്തി. അതാണ് വാർത്ത. പാർട്ടി വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് BJPയുടെ പുതിയ ദേശീയ ടീമിനെ അന്തിമ രൂപം നൽകുന്നതിനെ കുറിച്ചാണ് ഇവരുടെ ചർച്ച നടന്നത്. വരാനിരിക്കുന്ന വിവിധ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമുള്ള തന്ത്രങ്ങൾ തയ്യാറാക്കുന്നതിൽ ഈ പുതിയ ദേശീയ ടീമിന് നിർണായക പങ്കുണ്ടാകും എന്നും വ്യക്തമാക്കുന്നുണ്ട്. നിതിൻ നബീൻ 46 വയസ്സ് മാത്രമുള്ള
രാഷ്ട്രീയത്തിൽ നോക്കിയാൽ ചെറുപ്പക്കാരൻ എന്ന് പറയാവുന്ന അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുനഃസംഘടന നടക്കുമ്പോൾ കൂടുതൽ ചെറുപ്പക്കാർക്കും അതോടൊപ്പം തന്നെ വനിതകൾക്കും പ്രാധാന്യം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും നിർമ്മലാ സീതാരാമനും ഒക്കെ ഉൾപ്പെടുന്ന BJPയുടെ ആ നേതൃനിര അതിൽ നിന്നും ബാറ്റൺ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയാണ്. ആ അടുത്ത തലമുറയാണ് ഇനി BJPയെ രാജ്യത്താകമാനം നയിക്കേണ്ടത്. മുൻഗാമികൾ മുന്നോട്ട് വെച്ച ആശയങ്ങളിലൂന്നി അവരും മുന്നോട്ട് പോകും. രാഷ്ട്രമാദ്യം, നേഷൻ ഫസ്റ്റ് എന്ന ആശയത്തിലൂന്നി പാർട്ടിയെ നയിക്കാൻ നിതിൻ നബീന് കഴിയട്ടെ എന്നുള്ളതാണ് നമുക്കും ആശംസിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പുതിയ ടീം വരുമ്പോൾ അവർക്കും നൽകാനുള്ള ആശംസ അതാണ്. രാഷ്ട്രമാദ്യം, പാർട്ടി പിന്നെ, വ്യക്തി ഏറ്റവും ഒടുവിൽ. അതാണ് BJPയുടെയും മുദ്രാവാക്യം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ ഇതേ സമയം, അതായത് 8 മണിക്ക് നമ്മൾ വീണ്ടും കാണും. ഇന്ന് രാത്രി 9:30 ഒരു ദിവസത്തെ മുഴുവൻ വാർത്താ ബുള്ളറ്റിനുകൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ നേഷൻ പ്ലസുമായി എത്തുകയും ചെയ്യും. അപ്പോൾ ജനം TVക്കൊപ്പം തുടരുക. ദേശീയ തലത്തിലെ സ്പന്ദനങ്ങൾ, സംഭവവികാസങ്ങൾ ജനം TVയിൽ നിന്നും അറിയുക. ദേശീയ വാർത്തകൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവ കൃത്യമായി പ്രേക്ഷകരിലേക്ക് ഒരു ദിവസം എത്തിക്കുന്ന 2 ബുള്ളറ്റിനുകളിലൂടെ എത്തിക്കുന്ന ഏക മാധ്യമം, മലയാള മാധ്യമം, അത് ജനം TVയാണ്. നമ്മൾ ഒരു വാർത്തയും മറച്ചു വെക്കാറില്ല, ഒരു വാർത്തയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കില്ല. എല്ലാ വാർത്തകളും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പക്ഷേ അതിൽ സത്യസന്ധമായ വാർത്ത മാത്രമേ പ്രേക്ഷകരിലേക്ക് ഉണ്ടാവുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ വളച്ചൊടിച്ച വാർത്തകൾ മറ്റ് മാധ്യമങ്ങൾ നൽകുന്നുവെങ്കിൽ അത് പൊളിച്ചടുക്കി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. നേഷൻ ഫസ്റ്റ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാദ്യം എന്നതാണ് നിലപാട്.